ഇതിനു മുമ്പത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പരീക്ഷത്തിന്റെ ജന്മം എങ്ങനെ ഉണ്ടായി, ആ സാഹചര്യം എന്തായിരുന്നു, പിന്നെ നമ്മളിലെ പരീക്ഷിത്ത് ആരാണ്, പരീക്ഷിത്ത് ഭാവം, എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ആനന്ദാന്വേഷണം നടത്താൻ കാരണം, ഇതൊക്കെയാണ് ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് അത് അധ്യായത്തിൽ തന്നെ 8-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ചുരുക്കി പറഞ്ഞാൽ ഭാഗവതത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ഇന്നത്തെ ചിന്താവിഷയം, കുന്തി സ്തുതി. അപ്പം യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഹസ്തിനപുരം വിട്ടു പോവാൻ തയ്യാറായി എന്നാണ്. അപ്പം എല്ലാവരും ഒന്ന് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ പല വിധത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു അവിടെ തന്നെ. അപ്പോഴാണ് കുന്തിദേവി വരുന്നത്. കുന്തിദേവി പ്രാർത്ഥിച്ചു എന്ന്. ഈ കുന്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തത്വശാസ്ത്രത്തിലൂടെ ഒരുപാട് പഠനങ്ങൾ നടന്ന ഭാഗമാണ് കുന്തി സ്തുതി. അതെന്താണ് എന്ന് നോക്കാം. കുന്തി സ്തുതിയിലൂടെ വേദവ്യാസർ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പൊ അതിലെ ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കഥാപാത്രത്തിനപ്പുറം ആരാണ് കുന്തി എന്ന ചോദ്യത്തിനപ്പുറം എന്താണ് കുന്തി ഭാവം, കുന്തി ഭാവം ഉള്ളവരെല്ലാവരും കുന്തി ദേവിയാണ്. അപ്പൊ എന്താണ് കുന്തി ഭാവം എന്നുള്ളത് ആ പ്രാർത്ഥനയിൽ ഉടനീളമുണ്ട്. അതിനെ നമ്മൾ ശരിക്കും പഠിക്കുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭാഗവതം പഠിക്കുന്ന ഒരാള് ആ ഭാവത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ കുന്തി ദേവിയുടെ പ്രാർത്ഥന കുന്തി സ്തുതിയിലൂടെ ആദ്യമായിട്ട് തന്നെ പറയുന്നത്, ഭഗവാനെ കണ്ട വഴിക്ക് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഭഗവാനെ ആദികാരണ രൂപമായ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഏറ്റവും ഉത്ഭവത്തിന് സൃഷ്ടിക്കും മുമ്പുള്ള ഭഗവാൻ, ആദികാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തിലുള്ളത്. കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് വേദാന്തത്തിലൊരു സിദ്ധാന്തമുണ്ട്. അപ്പൊ എന്തിൽ നിന്ന് എന്തുണ്ടായി എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ സ്വർണത്തിൽ നിന്ന് സ്വർണ്ണാഭരണം ഉണ്ടായാൽ ആഭരണത്തിനെ കാര്യമായിട്ടും സ്വർണത്തിനെ കാരണമായിട്ടോ പറയാം. അപ്പൊ കാര്യത്തിൽ നിന്നും കാരണം നീക്കിക്കഴിഞ്ഞാൽ പിന്നെ കാര്യം ഉണ്ടാവില്ല. സ്വർണ്ണാഭരണത്തിൽ നിന്ന് സ്വർണത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണ ആഭരണത്തിന് നിലനിൽപ്പില്ല. അങ്ങനെ നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഉത്ഭവമായിട്ടിരിക്കുന്ന സ്ഥാനത്തിനാണ് ആദി കാരണം എന്ന് പറയും. അപ്പോൾ ഭഗവാനെ കണ്ട വഴിക്ക് അങ്ങനെയാണ് നമസ്കരിക്കുന്നതന്നെ. എന്ന് പറഞ്ഞാൽ മുന്നിൽ രൂപം ഉണ്ടെങ്കിൽ കൂടി രൂപത്തിലൂടെ സ്വരൂപത്തിനെ കാണണം. രൂപം കാണുമ്പോൾ തത്വത്തിന് ഓർമ്മ വരണം. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹം കണ്ടു തൊഴുമ്പോൾ നമ്മൾ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണുന്നുണ്ട്, പക്ഷെ ഈശ്വര തത്വം അപ്പോഴും നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറില്ല. ഇവിടെ ഈശ്വര തത്വത്തിനെ എങ്ങനെ ഓർമ്മിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. വിഗ്രഹത്തിലൂടെ ഈശ്വര തത്വം ഓർമ്മിക്കാം. വേദാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് സൃഷ്ടിയും സ്രഷ്ടാവും തമ്മിൽ വ്യത്യാസമില്ല എന്ന്. അദ്വൈതമാണ്, രണ്ടില്ല, ഒന്ന് തന്നെയുള്ളൂ. അപ്പൊ സ്രഷ്ടാവിനെ തന്നെയാണ് സൃഷ്ടിയായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രകൃതിയായിട്ട് നമ്മൾ കാണുന്നത് ഭഗവാന്റെ വിഗ്രഹമാണ്, ഭഗവാന്റെ പ്രകൃതി രൂപം. അപ്പൊ ഈ പ്രകൃതിയെ കാണുമ്പോൾ ഈശ്വര തത്വം ഓർമ്മ വരണം. നമ്മളിപ്പോൾ വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോൾ, ഇല്ല ലളിത സഹസ്രനാമം ചെല്ലുമ്പോൾ ഇത് സൂചിപ്പിക്കുന്ന ഒരുപാട് മന്ത്രങ്ങളുണ്ട്. പക്ഷെ ഈ തത്വം നമ്മൾ ഓർമ്മിക്കാറില്ല. സ്ഥൂലമായിട്ടുള്ള പ്രകൃതി ആയാലും സൂക്ഷ്മമായിട്ടുള്ള പ്രകൃതി, അതാണ് ഇനി മുന്നോട്ട് കുന്തിദേവി പറഞ്ഞു. സ്ഥൂലമായിട്ടെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഘനീഭവിച്ച് കാണുന്ന പ്രകൃതി. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളും അനുഭവങ്ങളും വികാരങ്ങളും ഒക്കെ സൂക്ഷ്മമായ പ്രകൃതിയാണ്. പിന്നെ കുന്തിദേവി പറയുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്. പലരും കുന്തി സ്തുതി കേട്ടിട്ട് എനിക്ക് ദുഃഖം തരൂ കൃഷ്ണ, ദുഃഖം തരൂ കൃഷ്ണ എന്നൊക്കെ പറയും. പക്ഷെ ഒരു കുന്തി ഭാവത്തിൽ എത്താത്തത് കാരണം വലിയ പ്രശ്നമുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക്. അപ്പൊ കുന്തി ദേവിയുടെ പ്രാർത്ഥനയുടെ ഒരു സാരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സുഖമായാലും ദുഃഖമായാലും സകല അനുഭവങ്ങളും പ്രകൃതിയുടെ അംശം തന്നെയാണ്.
അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളും ഈശ്വരീയ പ്രകടനമാണ്. അവിടെ സുഖമെന്നോ ദുഃഖമെന്നോ നമ്മൾ പറയും നമ്മുടെ അഹങ്കാരത്തിൻ്റെ തലത്തിലാണ്. അത് വിട്ടു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അനുഭവങ്ങളും ഈശ്വരീയ ശക്തിയുടെ പ്രകടനമാണ് എന്ന് കാണും. ഇതാണ് ഭക്തിയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം. ഈ തലത്തിനാണ് കുന്തി ഭാവം എന്ന് പറയുന്നത്. സുഖം ദുഃഖം മുതലായ അനുഭവം, എല്ലാവിധ ദ്വന്ദ്വ അനുഭവങ്ങളിലും ഈശ്വരീയ ശക്തിയുടെ പ്രകടനം കാണാൻ കഴിഞ്ഞാൽ ഭക്തിയുടെ ഉന്നത ഭാവമായി കുന്തി ഭാവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഭവങ്ങളും വരുമ്പം ഈശ്വരനോട് നന്ദി പറയുക, കൃതജ്ഞത ഉണ്ടാവുക. ആക്ച്വലി ഭാഗവത്ത് പറഞ്ഞിരിക്കുന്നത് കൃതജ്ഞതയുടെ പ്രാർത്ഥന എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് തന്നെ. കുന്തിദേവി എല്ലാത്തിനും കൃതജ്ഞത പറഞ്ഞുകൊണ്ടായിരിക്കുന്നു ഭഗവാനോട്, എല്ലാ അനുഭവങ്ങൾക്കും. അതാണ് ഭക്തിയുടെ ശരിയായൊരു ലക്ഷണം. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറയാം. കാരണം ഒരു അനുഭവം അനുഭവിക്കണമെങ്കിൽ അനുഭവത്തിന് ആസ്പദമായിട്ടുള്ള വിഷയം വേണം, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം, മനസ്സ് പ്രവർത്തിക്കണം, ബുദ്ധി പ്രവർത്തിക്കണം, അഹങ്കാരം പ്രവർത്തിക്കണം. ഇതിനെല്ലാം ആശ്രയമായിരിക്കുന്നത് ആത്മാവാണെന്ന് ബോധം ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ ശരിക്ക് ആ അനുഭവത്തിൽ ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ അനുഭവത്തിൽ നിന്നും നാമം, രൂപം, ദേശം, വസ്തു ഇതിനെയൊക്കെ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അത് പരമാത്മാവ്. പരമാത്മാവിലാണ് എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ആശ്രയസ്ഥാനം പരമാത്മാവാണ്. അനുഭവങ്ങളെല്ലാം കാര്യമാണെങ്കിൽ പരമാത്മാവ് കാരണമാണ്. അങ്ങനെയൊക്കെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളും ഈശ്വരീയ ശക്തിയുടെ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അനുഭവങ്ങളിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. അതാണ് ശരിയായ ഭക്തി എന്നുള്ളത്. എല്ലാ അനുഭവങ്ങളിലും നമ്മൾ ഈശ്വരനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പരാതികൾ ഉണ്ടാവില്ല എന്നാണ്. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം പരാതികളില്ലാത്ത ജീവിതമാണ്. എങ്ങനെ പരാതി ഉണ്ടാവും? നമ്മൾ എന്തിനെക്കുറിച്ചാണോ പരാതിപ്പെടാൻ പോകുന്നത് അത് ഈശ്വരനാണെങ്കിൽ ഒന്നിനെ കുറിച്ചും പരാതിപ്പെടാൻ ഉണ്ടാവില്ല. എല്ലാം ഈശ്വരമയമാണ്. അപ്പോഴാണ് നമ്മൾ എല്ലാ അനുഭവത്തിലും ദൈവത്തിനോട് കൃതജ്ഞത പറയാൻ തുടങ്ങുക. ഈ കൃതജ്ഞതാഭാവം അതാണ് ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണം, ഈശ്വരനോടുള്ള കൃതജ്ഞതാഭാവം. നമുക്ക് ഭഗവാനോട് താങ്ക് യു ഗോഡ് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ ഭക്തി. എപ്പോഴൊക്കെ പറയാം? എൻ്റെ കണ്ണ് കാണുന്നുണ്ട്, ചെവി കേൾക്കുന്നുണ്ട്, എല്ലാ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ ശ്വാസകോശങ്ങൾ വർക്ക് ചെയ്യുന്നു, ആമാശയം വർക്ക് ചെയ്യുന്നു, എല്ലാം സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ജയിച്ചുകൊണ്ടല്ല, പക്ഷെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ കാരണം ഈശ്വരീയ ശക്തി. താങ്ക് യു ഗോഡ്. ഈശ്വരനോട് കൃതജ്ഞത നമുക്ക് അന്നേരേ പറയാൻ തുടങ്ങാം. രാവിലെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ രാവിലെ കണ്ണ് തുറക്കുന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷേ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ഇതാണ് വേണ്ടത്, ഈ കൃതജ്ഞത. ഇങ്ങനെ എല്ലാത്തിലും കൃതജ്ഞത കാണുന്ന ഒരു സ്വഭാവ ഗുണം അത് പൊതുവെ ആത്മജ്ഞാനികളിലാണ് കാണുക. അവരാണ് എല്ലാം ഈശ്വരമയം എന്ന് അനുഭവത്തിലൂടെ അറിയുന്നത്. പക്ഷേ കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ ഇതൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തലത്തിലേക്ക് എത്താൻ ഗൃഹസ്ഥ ഭക്തർക്കും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. ഇതൊക്കെ ജ്ഞാനികളുടെ എന്നല്ല, ജ്ഞാനികളുടെ തലത്തിലേക്ക് എത്താൻ ഗൃഹസ്ഥർക്കും സാധിക്കും എന്നുള്ളത് അതൊന്ന് മനസ്സിലാവും. ഇനി ഇങ്ങനെ ഒരു ഭാവം മനസ്സിലുണ്ടായി കഴിയുമ്പോൾ അതിൽ നിന്ന് അതെങ്ങനെ നമ്മൾ പുറത്തേക്ക് അറിയാം? കർമ്മങ്ങളിലൂടെ അറിയാമെന്നാണ്. കർമ്മങ്ങളിൽ ത്യാഗം, പ്രേമം, വൈരാഗ്യം, അഭയം, ഈ വക കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറെക്കുറെ കുന്തി ഭാവത്തിലാണ്. അപ്പോൾ കുന്തിയുടെ വാക്കുകൾ, കുന്തിദേവിയുടെ വാക്കുകൾ ഇതെല്ലാം കാണാം, പ്രവൃത്തികൾ ഇതെല്ലാം കാണാം. വൈരാഗ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ വലിയ ഉദാഹരണമായിട്ടാണ് പറയാം കുന്തിദേവി. വൈരാഗ്യത്തിൻ്റെ പല സ്ഥലത്തും അത് പറയുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഉപേക്ഷിച്ച് കുട്ടികളോടൊപ്പം വനവാസത്തിന് പോകാൻ തയ്യാറായി. അതിലപ്പുറം വിവേകം കൊണ്ട് തൻ്റെ ഒരു പക്വതയില്ലാത്ത പെരുമാറ്റം കൊണ്ടുണ്ടായ കർമ്മഫലങ്ങളെ, കുന്തിദേവിക്ക് വരം കിട്ടി, വരത്തിൻ്റെ ബലത്തിലാണ് കുട്ടികളുണ്ടായത്. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാരണം ഞാൻ അതിൽ വിശദീകരിക്കുന്നില്ല.
പക്ഷെ പലരും വിമർശനമായിട്ട് പറയുന്നത് ആദ്യത്തെ കുട്ടിയെ ഒഴുക്കിക്കളഞ്ഞമ്മ എന്നാണ്. കർണൻ ഉപേക്ഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ സാഹചര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അവിടെ പക്വതയില്ലാത്തൊരു പ്രായത്തിൽ വരബലം ഉണ്ട്, അനുഗ്രഹമുണ്ട്, പക്ഷെ സംശയമാണ് ഇതിന് ശരിക്കും ഫലമുണ്ടോ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തയ്യാറായി. അപ്പൊ തനിക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകളെ അജ്ഞാനത്തോടു കൂടി ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാവുന്ന കർമ്മഫലം അവിടെ കർണനായിട്ടാണ് പറയുന്നത്. അത് ഉപേക്ഷിക്കണം, അതിനോട് മമത പാടില്ല എന്നുള്ളതിന് ഉപേക്ഷിച്ചിട്ടേ ഉള്ളൂ. അതും കൂടി ആലോചിക്കണം. ഇനി പലരും കർണൻ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഈ തത്വം അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു അധർമ്മം ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനോട് ഒട്ടി നിൽക്കാൻ പാടില്ല. ഇനി നമ്മൾ ഭൗതികമായിട്ടുള്ളൊരു ദൃഷ്ടിയിലൂടെ നോക്കിയാൽ പോലും സദാചാരം, വിവാഹം കഴിക്കാത്തൊരു സ്ത്രീക്ക് കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സദാചാരപരമായിട്ട് അത്ര നല്ലൊരു സ്ഥിതിയല്ല, നല്ലതല്ല, ഉപേക്ഷിക്കപ്പെടേണ്ട. അപ്പോൾ സദാചാര മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതും അതിന് മനസ്സിലാക്കാം. മുഖ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് അജ്ഞാനത്തിന്റെ ഫലങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്നത്. ഇനി ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുട്ടിയെ ത്യജിക്കാൻ തയ്യാറായി. ഭീമസേനന്റെ കഥയോടെ നമ്മൾ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഒരു നാടിനെ ഓരോരുത്തരായിട്ട് ഈ രാക്ഷസൻ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നാളത്തെ ഭക്ഷണം കൊണ്ടുപോകുന്നത് എൻ്റെ മകനാണ്, ഭീമസേനാണ്. ഭീമസേനെ പറഞ്ഞയക്കാൻ തയ്യാറാവുന്ന ഒരമ്മ ഒരു നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ത്യജിക്കാൻ വരെ തയ്യാറും. പക്ഷെ അമ്മയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ മകൻ്റെ കഴിവിൽ, ആൾ പോയിട്ട് പ്രശ്നം തീർത്തിട്ടേ വരുള്ളൂ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഭാവം ഇതെല്ലാം കുന്തി ദേവിയിൽ തെളിഞ്ഞു കാണാം എന്നുള്ളതാണ്. ഈ കുന്തി ദേവിയുടെ ഒരു ജീവിതം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനിച്ച വീട്ടിലല്ല വളർന്നത്. ജനിച്ച വീട്ടിൽ നിന്ന് വേറെ വളർത്തു മകളായിട്ട് കുന്തിഭോജന്റെ മകളായിട്ട്, ശൂരസേനന്റെ മകളായിട്ട് ജനിച്ച് കുന്തിഭോജന്റെ വീട്ടിൽ വളർന്ന കുന്തിദേവി ചെറുപ്പത്തിലേ അകന്നുപോയി. പിന്നെ ജീവിതം മുഴുവൻ പല വിധത്തിലുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടായി എന്നുണ്ട്. പല അപകടങ്ങളുണ്ടായി. പക്ഷെ ഇതൊക്കെ നോക്കുമ്പോഴും ഒരിക്കൽ പോലും കുന്തി ദേവി ഭഗവാനോട് പരാതി പറഞ്ഞിട്ടില്ല. സകല അനുഭവങ്ങളിലും ഈശ്വരനോട് കൃതജ്ഞത പറഞ്ഞുകൊണ്ടിരുന്നു. ദുഃഖാനുഭവങ്ങളിലും കഷ്ടപ്പാടുകളിലും ഒക്കെ ഈശ്വരീയ ശക്തിയുടെ പ്രകടനം അത് കാണാൻ സാധിക്കുന്ന ഭക്തിയും ജ്ഞാനവുമാണ് കുന്തി ദേവി. അപ്പൊ നമ്മൾ കഥാപാത്രത്തിന് വിട്ടു ചിന്തിക്കുമ്പോൾ നമ്മളുടെ സ്ഥിതി ഒന്ന് നോക്കണം. നമുക്ക് എന്തിനൊക്കെയാ പരാതി ദൈവത്തിനോട്? എപ്പോഴാ പരാതി ഇല്ലാത്തത്? ആർക്കും സ്വന്തം ജീവിതത്തിനോട് തൃപ്തി ഇല്ലാത്തവരാണ്. അതൊരു വലിയ ഭാവമാണ്. എങ്ങനെ കാണാൻ സാധിക്കുന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് നാമവും രൂപവും ദേശവും വസ്തുക്കളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആശ്രയസ്ഥാനമായ ബ്രഹ്മത്തിനെ ഓർമ്മിക്കുക. അപ്പോൾ സകല അനുഭവങ്ങളിലും ഈശ്വരീയ സാന്നിധ്യം കാണാൻ സാധിക്കും എന്നുള്ളത്. അത് അറിവിന്റെ കണ്ണിലൂടെയാണ് കാണേണ്ടത്. ഭഗവാനും കുന്തിദേവിയും ബന്ധുക്കളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് തന്നെ. ഈ ബന്ധുവാക്കി വെച്ചതിനൊക്കെ ഉദാഹരണം പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതൊരു ചരിത്രം പോലെ വായിച്ചു പോകരുത്. ഇതിനകത്തുനിന്ന് എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? ഈ നമ്മൾ പറഞ്ഞല്ലോ ഉപനിഷത് സാരം കറന്നെടുത്ത് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഗ്രന്ഥത്തിൽ നിന്ന് തത്വങ്ങളെ നമ്മൾ കറന്നെടുക്കണം. ജനനം മുതൽ കുന്തിദേവി ജനിച്ചത് മുതൽ മോക്ഷം വരെ ഉള്ള ജീവിതയാത്ര നമ്മളെ കാര്യം തന്നെയാണ് പറയുന്നത്. ജനിച്ചിട്ട് അവസാന നിമിഷം വരെയുള്ള ഓരോ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശ്വരനോട് കൃതജ്ഞത ഉണ്ടായിരിക്കണം. ഇതെങ്ങനെ ഓർമ്മിക്കുന്നുള്ളതാണ്. എങ്ങനെയാണ് ഈശ്വരനോട് കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നുള്ളത്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്യുന്നൊക്കെ സ്വന്തം കാര്യത്തിനാണ്. ഈശ്വരനോട് താങ്ക് യു ഗോഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വഴിപാട് ചെയ്യുന്നവർ വളരെ കുറവ് തന്നെയാണ്. ന്യായമായിട്ട് നമുക്ക് അങ്ങനെ തോന്നൽ വരും. ഏറ്റവും എളുപ്പം ഉള്ളത്
എന്തെല്ലാം അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ചും തീവ്രമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അടുത്ത നിമിഷം ഇനി ഇല്ല, നാളെ എന്തു ചെയ്യും, ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട അനുഭവങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നുപോയിണ്ടാവും. ഈ അനുഭവങ്ങളൊക്കെ ഓർമ്മിക്കുക. കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇരുന്ന് അത്ഭുതം തോന്നും എന്നാണ്, ഞാൻ എങ്ങനെ ഈ അനുഭവങ്ങളെ തരണം ചെയ്തു. ഒരു സിനിമ കാണുന്ന പോലത്തെ അനുഭവമാണ്. ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തില്ല, തൽക്കാല സമയത്ത് ഇന്നതൊക്കെ ചെയ്യാൻ തോന്നി അത് ചെയ്തു എന്നല്ലാതെ ഈ ഒരു അവസ്ഥയെ ഞാൻ തരണം ചെയ്തു. അപ്പോൾ ഒരു അദൃശ്യ ശക്തി എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. ആ അദൃശ്യ ശക്തിയോടാണ് നമ്മൾ നന്ദി പറയേണ്ടത്. നമ്മളെപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ ശക്തി എപ്പോഴും കൂടെയുണ്ട്. നമ്മളറിയാതെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട്. ഇതൊരു അത്ഭുതം തന്നെ. ശരിക്കും ഇപ്പം നമ്മളൊരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ, ഹോട്ടലിൽ പോയിട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെയൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. എത്രയോ ആൾക്കാരുടെ കൂടെ നമ്മൾ ടാക്സിയിൽ കയറി പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്താണ് വേറെ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ നിമിഷവും ആപത്തുകളുണ്ട് എന്നുള്ള. പക്ഷേ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞ് വരും. അവിടെ ഞങ്ങൾ പിക്നിക്കിന് പോയി, ഇവിടെ റിസോർട്ട് പോയി, വെള്ളത്തിൽ നീന്താൻ പോയി, കടലിൽ നീന്താൻ പോയി എന്നൊക്കെ പറയും. ഈ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇതൊക്കെ വേണ്ട വിധത്തിൽ, സന്തോഷകരമായ വിധത്തിൽ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഭഗവാനോട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത്തരം തീവ്രമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിക്കുക, നല്ലപോലെ ഓർമ്മിച്ച് ആ സമയത്ത് രക്ഷിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയും. ഇത് കുന്തിദേവിയുടെ പ്രാർത്ഥനയിലുണ്ട്. ഓരോ അനുഭവങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് ആണ് പറയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ദുഃഖാനുഭവങ്ങളൊക്കെ വരുന്നത്, ഇതാണ് അതിൻ്റെ മെയിൻ. കുന്തിദേവിയുടെ പ്രാർത്ഥനയുടെ ദുഃഖാനുഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈശ്വരനോട് കൃതജ്ഞത പറയാനുള്ള അവസരമായിട്ട് മാറുന്നു. മോക്ഷമാർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിലെ വഴിവിളക്കുകളാണ് ദുഃഖാനുഭവങ്ങൾ എന്നാണ് പറയുന്നത്. അതുണ്ടെങ്കിലേ ആധ്യാത്മികമായ പുരോഗതിയുള്ളൂ. എനിക്ക് നമ്മൾ ഈ വിഷയ ലോകത്തിൽ ഇങ്ങനെ ഭ്രമിച്ച് അവിടെ നിന്ന് ഒരു ദിവസം ജീവിതം കഴിഞ്ഞു പോകും. എപ്പോഴും ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ അത് സുഖമാണോ ദുഃഖമാണോ എന്നുള്ള നമ്മളുടെ അഹങ്കാരത്തിന്റെ തലത്തിലേ ഉണ്ടാവുള്ളൂ. നമ്മളുടെ ദുഃഖാനുഭവങ്ങൾ എല്ലാവർക്കും ദുഃഖാനുഭവം ആവണം എന്നില്ല. അപ്പം ഞാൻ ഏത് തലത്തിൽ നിന്ന് ചിന്തിക്കുന്നു എന്ന് ഒന്ന് അവലോകനം ചെയ്യാനുള്ള അവസരം കൂടിയാണ്. കരയേണ്ട, നിലവിളിക്കേണ്ട ഒന്നും പറയുന്നില്ല. കരയേണ്ട അവസരത്തിൽ കരയാ, ചിരിക്കേണ്ട അവസരത്തിൽ ചിരിക്കുക, അതൊക്കെ മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. പക്ഷെ ഈ സ്മരണ വിടാൻ പാടില്ല. ഭഗവത് സ്മരണ, നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ഈ അനുഭവങ്ങൾ വരുമ്പം പരാതികളില്ലാണ്ട്, മത്സരബുദ്ധി ഇല്ലാതെ എപ്പോഴും ഈശ്വരനോട് കൃതജ്ഞത ഉള്ളവരായിരിക്കുക. ഇതാണ് നമ്മളെ ഈശ്വര കൃപയ്ക്ക് അർഹരാക്കുന്നത്. ഇതാണ് യഥാർത്ഥ ഭക്തി. നിരന്തര സ്മരണ. ഓരോ ശ്വാസവും ശരീരത്തിനകത്ത് വരുമ്പോഴും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഈ ഒരു ഓർമ്മ വേണം. ഓരോ ശ്വാസത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിന്റെ താത്വികമായിട്ടുള്ള മറ്റു വശങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞു, ശ്രീകൃഷ്ണനെ ആദി കാരണമായിട്ട് പരബ്രഹ്മമായിട്ടാണ് കുന്തിദേവി അഭിസംബോധന ചെയ്യുന്നതെന്ന്. അപ്പൊ ഒരു രൂപത്തിലൂടെ സ്വരൂപത്തിനെ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. അതാണ് ഭക്തി. ഇല്ലെങ്കിൽ ക്ഷേത്രഭക്തി ആവുള്ളൂ. ക്ഷേത്രഭക്തി എന്താണ്? അമ്പലത്തിൽ പോവുക, തൊഴുത് വരിക, എന്തെങ്കിലും കാണിക്കയിടുക, എന്തെങ്കിലും വഴിപാട് ചെയ്യുക, ഇല്ലൊന്ന് ഭജനയിൽ കൂടുക, അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ബോധമണ്ഡലത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. പലപ്പോഴും പലരും അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവസരമായിട്ടാണ് കാണാം. ഭയമാണ്. പിന്നെ ഭഗവാനോട് ഭയമാണ്. എവിടെ ഭയമുണ്ടോ അവിടെ ഭക്തി ഇല്ല എന്നുള്ളതാണ്. ഭഗവാനോട് ബഹുമാനമാണ് വേണ്ടത്, ഭയമല്ല വേണ്ട, ആദരവ് വേണം. കുന്തിദേവി ആദ്യം പരബ്രഹ്മമായിട്ടാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. പിന്നെ ജഗദീശ്വരനായിട്ടാണ് പറയുന്നത്. ജഗത്തിന്റെ ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറഞ്ഞ നിയാമക ശക്തി, നിയന്ത്രിച്ച് നിർത്തുന്ന ശക്തി. ഈ ലോകത്തിൽ എന്തെല്ലാം നിയമങ്ങൾ, മാറാത്ത നിയമങ്ങൾ ഉണ്ടോ, അതാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത്.
ഇപ്പം തന്നെ നമ്മൾ പറയും നല്ല ഉഷ്ണമാണ്, എന്തുകൊണ്ട് കാലാവസ്ഥ മാറി വന്നു? അങ്ങനെ മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതങ്ങനെയായി. വെള്ളം തിളയ്ക്കുന്നു, 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കുന്നു. ഇതൊന്നും നമ്മളുണ്ടാക്കിയ നിയമമല്ല, പ്രകൃതിയിലുള്ള നിയമമാണ്. ഒരു കല്ല് മുകളിലേക്ക് ഇട്ടാൽ താഴേക്ക് വീഴും. അത് ആരിട്ടാലും അങ്ങനെ തന്നെയാണ്. മുകളിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു കല്ല് താഴേക്ക് വീഴും. മാറാത്ത നിയമങ്ങൾ. ഇങ്ങനെ മാറാത്ത നിയമങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രകൃതി അതിൻ്റെതായ ഒരു സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത്. നിയാമക ശക്തി എന്ന് പറയും, കൺട്രോൾ ചെയ്യുന്ന ശക്തി. അതാണ് ഈശ്വരൻ. കുന്തി ദേവി ഭഗവാനെ ജഗദീശ്വരൻ എന്നാണ് വിളിക്കുന്നത്, ജഗത്തിൻ്റെ ഈശ്വരൻ. അടുത്തത് പിന്നെ പറയുന്നത് ഭഗവാൻ ജഗദീശ്വരനാണ്, സർവ്വവ്യാപിയാണ്. പ്രകൃതിയിലെ എല്ലാ നിയമങ്ങളും എല്ലായിടത്തും ഉള്ളതാണ്, സർവ്വവ്യാപിയാണ്. പക്ഷേ സർവ്വവ്യാപിയാണെങ്കിലും വിഷയതൃഷ്ണയുള്ളവർക്ക് അങ്ങയെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വിഷയത്തിലേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങൾ, വിഷയഭോഗ തൃഷ്ണയുള്ളവർക്ക് ഈ ജഗത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു ആത്മജ്ഞാനിയുടെ ലെവലാണ്. ഒരു സാധാരണ വീട്ടമ്മ പറയുന്ന പോലെയല്ല അത്. ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഭഗവാൻ സ്വയം വന്നു നിന്നാൽ പോലും അത് ഭഗവാനാണ് എന്ന് അറിയണമെങ്കിൽ ഭഗവാനെ അറിയാനുള്ളത് നമ്മുടെ ഉള്ളിൽ വേണം, കഴിയുമ്പോൾ. ഇല്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഇപ്പൊ തന്നെ ഈ ലോകത്തിലെ ആത്മജ്ഞാനികൾ, അവതാരമൂർത്തികൾ ഇപ്പോഴും ഉണ്ട് ലോകത്തിൽ. അപ്പൊ അതിൽ ആൾദൈവം എന്ന് പറഞ്ഞ് കളിയാക്കി മാറി നിൽക്കും. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആയിട്ടില്ല. ഇപ്പൊ വിഷയതൃഷ്ണ ഉള്ളവർക്ക് ആത്മജ്ഞാനം, ആത്മദർശനം സാധ്യമാവുന്നില്ല എന്നും ഈ സ്തുതിയിൽ എടുത്തു പറയുന്നുണ്ട്. പിന്നെ പറയുന്ന അവതാര ലക്ഷ്യങ്ങളെ കുറിച്ചാണ്. അവതാര രഹസ്യം ഇത് നമ്മൾ ഭഗവത്ഗീതയിലാണ് കാണുന്നത്, 4-ാം അധ്യായത്തിൽ. ശ്രീകൃഷ്ണനെ കുറിച്ച് എന്താ പറയുന്നത്? മുന്നിൽ ദുഷ്ടനിഗ്രഹത്തിനും സാധു സംരക്ഷണത്തിനും ധർമ്മ സംസ്ഥാപനത്തിനുമായിട്ട് രൂപം ധരിച്ചവൻ എന്ന് പറയും. അവതാര രഹസ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഓരോ വസ്തുവിനും ഓരോ രൂപത്തിനും അതിൻ്റെതായ ഒരു നിയോഗം ഈ സൃഷ്ടിയിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളടക്കം നമ്മൾ ഓരോരുത്തർക്കും ഈ നിയോഗമുണ്ട്. നമ്മളതിനെ ഗൗനിക്കാതിരിക്കുന്നതുകൊണ്ടാണ്. എന്നിലെ ഈശ്വരീയ ശക്തി എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് നമ്മളും തിരിച്ച് ചോദിക്കേണ്ടതുണ്ട് ഇപ്പോഴും. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളുടേതായ പല പരിമിതികളും സ്വയം കൽപ്പിച്ച് മാറി നിന്ന് അങ്ങനെ ജീവിതം ജീവിച്ചു തീർക്കണം. ശരിക്കും അങ്ങനെ നിന്നാൽ പോരല്ല. ജീവിതത്തിന് മുന്നോട്ട് നീക്കണമെങ്കിൽ ഈ വക ചിന്തകൾ കൂടി ആവശ്യമാണ്. അവനവനെ തിരിച്ചറിയുക, അതിനെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കുന്തിദേവി ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയുമ്പം ഒരു സാധാരണ അമ്മയല്ല. ആ വാക്കുകളിലൊക്കെ ജ്ഞാനവും ഭക്തിയും ഉണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ തത്വത്തിൽ ഉറച്ച ഭക്തി. സകല രൂപങ്ങളായിട്ട് ഭിന്ന ഭിന്നമായി കാണപ്പെടുമ്പോഴും കാണപ്പെടുന്നതെല്ലാം ഏകമായ തത്വമാണ് എന്നറിയലാണ് തത്വത്തിൽ ഉറച്ച ഭക്തി. അതാണ് യഥാർത്ഥ ഭക്തി. ഈ ഭക്തി കുന്തിദേവിയിലുണ്ട് എന്നുള്ള. അപ്പൊ നമ്മളുടെ ഭക്തി ഈ തലത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ കുന്തി ഭാവത്തിലേക്ക് മാറുന്നു. ക്യാരക്ടർ വിട്ടിട്ട്, ആ കഥാപാത്രത്തിനെ വിട്ടിട്ട് ചിന്തിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. ദുഃഖാനുഭവങ്ങൾക്കായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. പലരും അത് കോപ്പി അടിക്കാറുമുണ്ട്. പക്ഷെ ഈ തലത്തിൽ നിൽക്കുമ്പോഴേ ദുഃഖാനുഭവങ്ങൾ അനുഗ്രഹമായിട്ട് കാണാൻ പറ്റുള്ളൂ. എല്ലാവരുടെ കർമ്മവും, നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന ഓരോ കർമ്മവും ദുഃഖത്തിന്റെ നിവൃത്തിക്ക് വേണ്ടിയുള്ളതാണ്. ആനന്ദാന്വേഷണമാണ്. ദുഃഖ നിവൃത്തിയാണ് ലക്ഷ്യം കർമ്മത്തിന്റെ. പക്ഷെ ഇവിടെ ഒരു ഭക്ത ദുഃഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിരോധാഭാസം തോന്നും. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ ആലോചിക്കാനുണ്ട്. ഓരോ ദുഃഖാനുഭവം വന്നപ്പോഴും രക്ഷിച്ചത് ഭഗവാനാണ് എന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഓരോ അനുഭവവും വന്നു നിന്ന് പോവാനുള്ള ക്ഷണികമാണ്. പക്ഷെ ഓരോ അനുഭവത്തിനും ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് അനുഭവമായിട്ട് അനുഭവപ്പെടുന്ന വസ്തുക്കളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ അനുഭവത്തിലും ഈശ്വര ദർശനം സാധ്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം.
ദുഃഖം വരുമ്പോഴേ നമ്മൾ ഈശ്വരനിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ള ഏകാഗ്രമാവുള്ളൂ മനസ്സ്. ഇത് നമ്മളൊക്കെ അനുഭവമാണ്. എല്ലാം നല്ല രീതിയിൽ പോകുമ്പോൾ അമ്പലത്തിൽ പോകാൻ സമയം ഉണ്ടാവില്ല, പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടാവില്ല. രാവിലെ എണീറ്റൊന്ന് വിളക്ക് എത്തിക്കുക പറഞ്ഞാൽ പിന്നെ പറയും. എല്ലാം നല്ലപോലെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴാണ് അമ്പലത്തിൽ പോകലും വഴിപാട് ചെയ്യലും പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ദുഃഖം ഒരു അനുഗ്രഹമാണ്. നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ദുഃഖകരമായ അനുഭവങ്ങൾ വരേണ്ട സമയത്ത് അത് വരും. അത്രയും കർമ്മവാസനകൾ എക്സോസ്റ്റായി കഴിഞ്ഞു എന്നുള്ള, ക്ഷയിച്ചു കഴിഞ്ഞു. അതങ്ങനെ നോക്കുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. അപ്പം ഈ തലത്തിൽ നിന്ന് നോക്കുമ്പം ദുഃഖാനുഭവങ്ങളെ നമ്മൾ മുന്നോട്ട് ആത്മീയമായ പുരോഗതിയിലേക്ക് നയിക്കുന്ന എന്തായാലും പറയാം പ്രകാശം, വിളക്കായിട്ടാണ് കാണേണ്ടത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത പലതും കണ്ണീരിലൂടെ കാണാം, അങ്ങനൊരു വാക്കുണ്ട്. അപ്പോൾ പലപ്പോഴും അത് ആവശ്യമാണ്. കരുതിക്കുട്ടിയുണ്ടാക്കുന്ന ദുഃഖങ്ങളല്ല പറയുന്നത്. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോഴും അത് ശരിക്കും അനുകൂലമാണ് എന്ന് കാണാൻ സാധിക്കണം. ഇപ്പൊ കുന്തിദേവി ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ ഈശ്വരനെ പഴിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ മതം മാറാനൊന്നും പോയില്ല. കുന്തിദേവി ചെയ്തത് എല്ലാ അനുഭവമായിട്ട് പ്രകടമാകുന്നത് ഈശ്വരനാണ്. അങ്ങനെയാണ്. ഭഗവാന്റെ വിഗ്രഹമാണ് ഓരോ അനുഭവം. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹത്തിലൂടെ തത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്, രൂപത്തിലൂടെ തത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് വിഗ്രഹം. അപ്പോൾ ഓരോ അനുഭവത്തിലും നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ അനുഭവവും വിഗ്രഹമാണ്. അടുത്ത പ്രാർത്ഥന മമതാത്യാഗം ആണ്. മമതാത്യാഗം എന്ന് പറഞ്ഞാൽ എൻ്റേത് എന്ന ഭാവത്തിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ എൻ്റേത്, അഹം മമത. അതിന് പറയുന്നത് വൈരാഗ്യമാണ്. അനാത്മവസ്തുക്കളിൽ നിന്ന് അകലാനും ആത്മവസ്തുക്കളോട് അടുക്കാനുമുള്ള മനോധൈര്യത്തിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. കുന്തിദേവിയുടെ പ്രാർത്ഥനയിൽ പാണ്ഡവരുടെ അമ്മയാണ്, എല്ലാവിധ എന്താ പറയുക ശക്തരായ മക്കളും എല്ലാം ഉണ്ട്, എല്ലാവിധ ഗുണമുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ എന്താ പറയുന്നത്? ഈ മക്കളോട് ഉള്ള വൈകാരികമായിട്ടുള്ളൊരു ബന്ധം, മക്കളോടുള്ള വൈകാരികമായ ബന്ധം ആണ് മമത എന്ന് പറയുന്നത്. ആ വൈകാരികമായ ബന്ധം മമത ഇല്ലാതെയാക്കണേ എന്നാണ് പ്രാർത്ഥന. കാരണം മമത ഈശ്വര ദർശനത്തിന് തടസ്സമാണ്. അപ്പോൾ കുന്തിദേവിക്ക് അതറിയാം. മക്കളൊക്കെ വളരെ കഴിവുള്ളവരും എല്ലാം ആണ്, അതെല്ലാം സാമ്രാജ്യം നേടി യുദ്ധം നേടി ഒക്കെ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ശരിക്കും ആസ്വദിക്കേണ്ട ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പറയുന്നത് എനിക്ക് വൈകാരികമായുള്ള ഈ ബന്ധം ഇല്ലാണ്ടാവണേ. മക്കളെ സ്ഥാനത്തുണ്ട്, അത്ര മതി. ഈശ്വര ദർശനത്തിന് തടസ്സമാണെന്ന് നമ്മൾ സാധാരണ അതിന് ഏഷണാത്രയം എന്ന് പറയാം. പുത്രേഷണ, വിത്തേഷണ, ലോകേഷണ എന്ന് പറയും. ഇതാണ് ഈശ്വര ദർശനത്തിന് തടസ്സമായിരിക്കുന്നത്. അപ്പൊ ഇത് വേണ്ടെന്നല്ല പറഞ്ഞത്. ഇതൊന്നും ശാശ്വതമല്ല, ഇതിനെയല്ല ആശ്രയിക്കേണ്ടത് എന്ന ബോധത്തിൽ ജീവിക്കലാണ്. അപ്പോഴേ നമ്മൾ വൈകാരികമായുള്ള ബന്ധനത്തിൽ നിന്ന് മുക്തമായിട്ടിരിക്കണം. ബന്ധനം ഉണ്ടെങ്കിൽ മുക്തിയില്ല. ഇതാണ് എപ്പോഴും ആലോചിക്കുന്നത്. നമ്മളെല്ലാ ആധ്യാത്മിക പഠനങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ്, ഈ അഹങ്കാരം നശിക്കാനും മമത നശിക്കാനും. പക്ഷെ പലപ്പോഴും ഉണ്ടാവുന്നത് നേരെ തിരിച്ചാണ്. പഠനം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അഹങ്കാരം കൂടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നിരന്തര ഭക്തിയാണ്, എല്ലായ്പ്പോഴും ഭക്തി. അത് സാറിന് നമുക്ക് സാധിക്കാറില്ല. ഇവിടെ ഇപ്പം സീസണൽ ഭക്തിയാണ്, ഇല്ലെങ്കിൽ പാർട്ട് ടൈം ഭക്തിയാണ്. ഈശ്വരനോടുള്ള ഭക്തി എപ്പോഴും വേണം എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞു, ഗംഗാ നദി പോലെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കണം. നിരന്തരമായ ഈശ്വര ചിന്തയ്ക്കാണ് ഭക്തി പറയാം. തൈലധാര പോലെ എന്ന് പറയും, ഇടമുറിയാതെ ഒഴുകണം. കുന്തിദേവി പറഞ്ഞ ഗംഗാ നദി പോലെ എനിക്ക് എപ്പോഴും അങ്ങയിലേക്ക് ഭക്തിഭാവം ഉണ്ടാവണേ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന വന്നിരിക്കും.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ സ്തുതി അവസാനിപ്പിക്കുന്നത് ഭഗവാന്റെ രൂപവും അത്ഭുതകരമായ കർമ്മങ്ങളും, അതായത് ഭഗവത് ലീലകളും ഓർമ്മിച്ചുകൊണ്ടാണ് സ്തുതി അവസാനിക്കുന്നത്. അവിടെ ഭഗവാനെ പറയുന്നത് അർജുനന്റെ സുഹൃത്താണ്, പിന്നെ ഗോക്കളുടെ രക്ഷിതാവാണ്, ബ്രാഹ്മണരുടെ സംരക്ഷകനാണ്, യോഗികളുടെ യോഗേശ്വരനാണ്. ഇങ്ങനെ ഭഗവാനെ കുറിച്ച് എന്തെല്ലാം ഓർമ്മിക്കാൻ സാധിക്കുമോ അതെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് പ്രാർത്ഥന അവസാനിക്കുന്നത്. അർജുനന്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രം അർജുനനല്ല, അർജുന ഭാവം, സമർപ്പണ ഭാവമുള്ളവരോടൊപ്പം നിൽക്കുന്ന ആളാണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ. ഹൃദയത്തിനോട് ചേർന്നിരിക്കുന്ന ആൾ സുഹൃത്ത്. അപ്പൊ സമർപ്പണമുള്ളവരോടൊപ്പം ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞാൽ സമർപ്പണമുള്ളവർക്ക് എപ്പോഴും ഈശ്വര സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരൻ ഒരാളോട് അടുത്ത് ഒരാളോട് അകലെ അങ്ങനെ ഒരിക്കലും വരില്ല. പക്ഷേ ഭക്തന് ഈശ്വരനോട് അടുപ്പം തോന്നണമെങ്കിൽ സമർപ്പണം വേണം. പശുക്കളുടെ രക്ഷിതാവ്, ഗോക്കളുടെ രക്ഷിതാവ് ഗോവിന്ദൻ. പശു എന്നത് ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥമുണ്ട്. ഇന്ദ്രിയ ബുദ്ധിയുള്ള ആൾക്കാർ പശുക്കൾ. അപ്പം അജ്ഞാനികൾ ആയിട്ടിരിക്കുന്നവർ, ഈ കാണുന്നതാണ് സത്യം എന്ന് വിചാരിച്ച് അതിൽ ഭ്രമിച്ചു നിൽക്കുന്നവർ, അവരുടെയും രക്ഷിതാവാണ്. ഇപ്പോഴത്തെ നമ്മളുടെയൊക്കെ അവസ്ഥ, നമ്മൾ എന്തുണ്ടെങ്കിലും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതുകൊണ്ടാണ്. അപ്പൊ ഭഗവാന്റെ ആ ലീലകൾ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത്, എങ്ങനെയൊക്കെ ഈശ്വരനെ ഓർമ്മിക്കാം എന്നുള്ളതാണ്. ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നവൻ എന്ന് പറയുന്നു. ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജാതിയല്ല. അതൊക്കെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ് അതൊക്കെ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനികൾ എന്നാണ് അർത്ഥം. അവർ ഏത് കുലത്തിൽ പറഞ്ഞാലും ശരി ആത്മജ്ഞാനികൾ തന്നെയാണ് ബ്രാഹ്മണർ. ബ്രഹ്മത്തെ അറിഞ്ഞവർ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആൾ. അവതാര രഹസ്യങ്ങൾ അത് സൂചിപ്പിച്ചു. പിന്നെ ബ്രാഹ്മണം എന്ന് പറയുമ്പം ആചാരങ്ങളാണ്. ആചാരങ്ങൾ എപ്പോഴും ആവശ്യമാണ്. അത് ഈശ്വരനിലേക്ക് നയിക്കുന്ന പാതകളാണ്. ആചാരങ്ങളെ തന്നെ ഇപ്പൊ ഈശ്വര രൂപം എന്നാ പറയുന്നു. അപ്പൊ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പൊ ആചാരങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ഒക്കെ നമ്മളുടെ അടുത്ത് വരുന്നത് ഈശ്വരൻ തന്നെ. നമ്മളിപ്പോ പഠിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ ഒരു ബ്രാഹ്മണ സംരക്ഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാധ്യായമൊക്കെ അതിന്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ വരുന്ന ആരോട് ജാതിയും ഇതൊന്നും ചോദിച്ചിട്ടല്ലല്ലോ. ഇത് ഭാഗവതം അറിയാൻ താല്പര്യമുണ്ട് ഒന്നും, അത് തന്നെ ബ്രാഹ്മണ ലക്ഷണം. യോഗേശ്വരൻ എന്ന് വിളിക്കുന്നത് യോഗികളുടെ ഈശ്വരനായിരിക്കുന്നു, യോഗികളുടെ പരമലക്ഷ്യമായിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ എല്ലാ തലത്തിലും നമുക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ സാധിക്കും എന്ന്. ഒരു പ്രത്യേക വിധത്തിൽ തന്നെ വേണം എന്നൊന്നുമില്ല. പലരും പറയണൊക്കെ എനിക്ക് ഈശ്വരനെ ഓർമ്മിക്കാൻ പറ്റുന്നില്ല, രൂപം നിൽക്കുന്നില്ല. എവിടെയാ നിൽക്കാത്ത? കണ്ണ് തുറന്ന് നോക്കിയാൽ കാണുന്ന ഈശ്വരനെ. ഇതാണ് ഓർമ്മിക്കാനുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഭഗവാന്റെ രൂപം നമ്മൾ കാണുമ്പോൾ, ഈശ്വര സ്മരണ എന്ന് പറയുമ്പോൾ രൂപത്തിനെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രപഞ്ച ശക്തിയെയും ഭഗവാന്റെ ലീലകളെയും, ഈ കാണുന്ന പ്രപഞ്ച പ്രതിഭാസം മുഴുവൻ ഭഗവത് ലീലകളാണെന്ന് ഓർമ്മിക്കുന്നതാണ് ശരിയായ ഭക്തി. ഭാഗവതം പഠിക്കുന്നവരുടെ മനോഭാവം ഈ തലത്തിലേക്ക് മാറണം. ഇതാണ് കുന്തി സ്തുതി നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഭാഗവതം പഠിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു അഹങ്കാരത്തോടു കൂടി നടക്കുകയല്ല ചെയ്യുക. ഇത് ഞാൻ അങ്ങനെ ചൊല്ലാൻ പഠിച്ചു, ഇങ്ങനെ ചൊല്ലാൻ പഠിച്ചു, ഈ അധ്യായം കാണാതെ പഠിച്ചു, ഇതല്ല വേണ്ടത്. കുന്തി ഭാവം ഉണ്ടായി. സകലതിലും ഈശ്വര ദർശനം സാധ്യമാവുന്നുണ്ടോ? പരീക്ഷത്തിന്റെ ഭാവത്തിൽ നമ്മൾ കണ്ടു ഈശ്വര അന്വേഷണമാണ് അവിടെ. പരീക്ഷത്തൊരു തുടക്കം, ഈശ്വര അന്വേഷണം. കുന്തി ഭാവം എത്തിച്ചേരേണ്ട ഭാവം. ഈ ഒരു മാറ്റം സംഭവിക്കാനുണ്ട് ഓരോ വ്യക്തിയുടെ ഉള്ളിലും. ഹസ്തിനപുരത്തുനിന്ന് ഭഗവാൻ പോകുമ്പോഴാണ് ഈ പ്രാർത്ഥന ഉണ്ടായത്. ആ സാഹചര്യം കൂടി നോക്കാനുണ്ട്. ഹസ്തിനപുരം എന്ന് പറയുമ്പം നമ്മളെ അനുഭവ മണ്ഡലത്തിന്റെ പ്രതീകമാണ്. കർമ്മക്ഷേത്രം.
കർമ്മക്ഷേത്രത്തിൻ്റെ പ്രതീകമാണ് ഹസ്തിനപുരം. അവിടെ നിന്ന് ഭഗവാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പം സർവ്വവ്യാപിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഭഗവാൻ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ ഹസ്തിനപുരത്തു നിന്ന് പോകുന്നു എന്ന് പറയണം. അതിൻ്റെ അർത്ഥം കർമ്മക്ഷേത്രങ്ങളിൽ നമ്മൾ കർമ്മത്തിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്ത് ഈശ്വര സ്മരണ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. ചിന്തകളിൽ നിന്ന് ഈശ്വര സ്മരണ ഇല്ലാണ്ടാവുമ്പോഴാണ് ഭഗവാൻ നഷ്ടപ്പെട്ടു, ഭഗവാൻ നഷ്ടപ്പെട്ടു, ഭഗവാൻ പോയി എന്നൊക്കെ പറയാം. അപ്പൊ ചിന്തകളിൽ ഭഗവത് സ്മരണ നിലനിർത്തണം. അപ്പോൾ ഭഗവാൻ കൂടെ ഉണ്ടാവും. ചിന്തകളിലൂടെ ഇല്ല, നമ്മളിപ്പം ആചാരങ്ങളും പൂജകളൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് ചിന്തകളിലൂടെ കർമ്മങ്ങളിൽ ഇല്ലെങ്കിൽ അനുഭവങ്ങളിൽ ഭഗവത് സ്മരണ നിലനിർത്തേണ്ടതെങ്ങനെ എന്ന് കുന്തി സ്തുതിയിലൂടെ വേദവ്യാസർ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറഞ്ഞു നിർത്താം. ചിന്തകളിലൂടെ കർമ്മങ്ങളിലും അനുഭവങ്ങളിലും ഭഗവത് സ്മരണ നിലനിർത്തേണ്ടതെങ്ങനെ എന്ന് കുന്തി സ്തുതിയിലൂടെ വേദവ്യാസർ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വേദവ്യാസരുടെ ശിഷ്യരായിപ്പോൾ. അറിവ്, ഭഗവാന്റെ കാരുണ്യം എന്നല്ലേ പറയാം. ആധ്യാത്മിക തത്വങ്ങളെല്ലാം ഈശ്വരൻ്റെ രൂപമാണെന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഭഗവാൻ തന്നെ നമ്മളിലേക്ക് ആ അറിവായിട്ട് വന്നുകൊണ്ടിരിക്കണം. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. എപ്പോഴും ഈശ്വര സ്മരണ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.